കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി UDF-ലുണ്ടായ തർക്കം പരിഹരിച്ചു. മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കും. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വന്തം നിരയിൽ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് വലിയ പൊട്ടിത്തെറി UDF-ലുണ്ടായത്. മഞ്ചേശ്വരത്തുൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കുമെന്ന് DCC അധ്യക്ഷൻ PK ഫൈസൽ ന്യൂസ് 18നോട് പറഞ്ഞു. തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്നും ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ ഇടപെട്ട് ഒരു സമവായത്തിലെത്തിയിരിക്കുന്നു. തത്വത്തിൽ കോൺഗ്രസ് തന്നെ ഈ സീറ്റ് മത്സരിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. എന്തായാലും നമ്മോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ UDF-ന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ DCC പ്രസിഡന്റ് PK ഫൈസൽ തന്നെ ചേരുന്നു. എങ്ങനെയാണിപ്പോൾ തൃക്കരിപ്പൂരിലെ ഒരു സാധ്യതയുള്ളത്? തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ തൃക്കരിപ്പൂർ 8 പഞ്ചായത്തിനകത്തും ഒരു മുനിസിപ്പാലിറ്റിനകത്തും വ്യക്തമായ സംഘടനാ സംവിധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളമുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന് കേരള കോൺഗ്രസ് ജെക്ക് വിട്ടുകൊടുത്ത സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ആയാലും ബ്ലോക്ക് കമ്മിറ്റി ആയാലും ആ നിയോജക മണ്ഡലത്തിനകത്തെ മുഴുവൻ നേതാക്കളും ഒറ്റക്കെട്ടായി KPCC പ്രസിഡന്റിനോടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻ പ്രതിപക്ഷ നേതാവ് AICC സംഘടനാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളോടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു, നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു, അവരോടെല്ലാം ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും വളരെ ഗൗരവമായി ഈ വിഷയം ഏറ്റെടുക്കുകയും കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു. എന്തായാലും തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കോൺഗ്രസിന് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. LDF സ്ഥാനാർത്ഥിയായി VPP മുസ്തഫയാണ് വരുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാകുമ്പോൾ സ്ഥാനാർത്ഥിത്വം അത് LDF-ന് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാവും? അല്ല. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലായാലും അതുപോലെ തന്നെ മലയോര മേഖലയിലായാലും UDF-ന് എല്ലാ പഞ്ചായത്തിനകത്തും വ്യക്തമായ അവിടെ സംഘടനാ സംവിധാനമുണ്ട്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് UDF-ന്റെ ഒരു MLA ഉണ്ടാക്കണമെന്നുള്ള വലിയ പ്രവർത്തനങ്ങളുമായാണ് തീരദേശ മേഖലയിലായാലും മലയോര മേഖലയിലായാലും മറ്റെല്ലാ മേഖലയിലെ UDF-ന്റെ പ്രവർത്തകന്മാർ മുമ്പോട്ട് പോകുന്നത്. ഈ ഉദുമയിൽ CH ഉദുമ MLA തന്നെ വീണ്ടും മത്സരിക്കുന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അത് ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഉദുമ ഇത്തവണ വലിയ തോതിൽ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അത് ഏത് രീതിയിലാണ് ഇപ്പോൾ ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കാണുന്നത്? ഉദുമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൃക്കരിപ്പൂർ പറഞ്ഞതുപോലെ ഉദുമ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ MLA ഉണ്ടായിരുന്നു, നിയോജകമണ്ഡലമായിരുന്നു. സ്വാഭാവികമായും UDF എന്ത് വില കൊടുത്തും ഉദുമ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരികെ പിടിക്കണമെന്നുള്ള വലിയ പ്രവർത്തനങ്ങളുമായി അവിടെ ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ UDF പഞ്ചായത്ത് തലങ്ങളിലെ പ്രവർത്തനങ്ങളുമായെല്ലാം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പ്രതീക്ഷിക്കുന്ന K. സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കുന്നു. അവിടെയും KR ജയാനന്ദ ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു ചുരുക്കം. കാരണം AKM അഷ്റഫ് MLA തന്നെ അവിടെ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവിടെ ചിത്രം തെളിഞ്ഞു. എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് ഇപ്പോൾ നിലവിലൊരു അവസ്ഥയിൽ കാണുന്നത്? മഞ്ചേശ്വരം CPM ഏത് സ്ഥാനാർത്ഥി ആര് പ്രഖ്യാപിച്ചാലും UDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വിഷയമായി കാണുന്നില്ല. കാരണം നമ്മൾ എന്തായാലും വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ വിജയിക്കും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മാർജിൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് 20,000-ന് മേലെ ഭൂരിപക്ഷമുണ്ട്. BJP-യുടെ ഏത് സ്ഥാനാർത്ഥിയായാലും തിരക്കേയുള്ള, LDF-ന്റെ ഏത് സ്ഥാനാർത്ഥിയായാലും തിരക്കേയുള്ള, അതൊന്നും UDF-ന് ഒരു പ്രശ്നമൊന്നുമില്ല. UDF ഒറ്റക്കെട്ടായി മഞ്ചേശ്വരത്ത് വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തോടു കൂടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ 3 സ്ഥലങ്ങളിൽ ഇത്തവണ ഏകദേശം മത്സരിക്കാൻ തീരുമാനമായി. അങ്ങനെയാണെങ്കിൽ ഒരു MLA കോൺഗ്രസിൻ്റെ അകത്ത് ഇത്തവണ ഉണ്ടാവും. ഒന്നല്ല, 2 MLA-മാരുണ്ടാവും കോൺഗ്രസിന്. 2 തൃക്കരിപ്പൂരും ഉദുമയിലും എന്ത് വില കൊടുത്തും നമ്മൾ വിജയിക്കും. കാഞ്ഞങ്ങാടും നല്ല തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കും. ഉദുമയിലും ശക്തമായ മത്സരം നടത്താൻ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിലും വ്യക്തത വരുത്തിയിരിക്കുന്നു. മഞ്ചേശ്വരത്ത് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.